മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനനം, ആ ജനനം ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഏതു വർഷമാണ് അവിടുന്ന് ജനിച്ചത്? ആമുൽ ഫീൽ എന്നാണ് അവിടുന്ന് ജനിച്ച വർഷത്തിന് പേരിടപ്പെട്ടിട്ടുള്ളത്. എന്താണ് ആമുൽ ഫീൽ? ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹം നടന്ന സംഭവം നടന്ന കൊല്ലം. ആ കൊല്ലത്തിലാണ് നമ്മളിപ്പോ സാധാരണ ഒരാളുടെ പ്രായവും കാര്യമൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദാക്കിയിട്ട് അന്ന് എനിക്ക് ഇത്ര വയസ്സാണ്, അല്ലെങ്കിൽ അന്നാണ് ഇന്നാളുടെ ജനനം നടന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാര്യം പറയുമ്പോൾ 921 കാലത്ത്, അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ കാലത്ത്, അല്ലെങ്കിൽ പണ്ടാ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് എന്നൊക്കെയാ പറയാ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെ കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത് അവിടുന്ന് ഉലിദ ആമൽ ഫീൽ യതീമാ എന്നാണ്. അവിടുന്ന് ആമുൽ ഫീൽ, ആനക്കലഹ സംഭവം നടന്ന വർഷത്തിൽ. എന്താണ് ആനക്കലഹ സംഭവം നടന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. യമനിൽ നിന്ന് അബ്രഹത്തിന്റെ പട്ടാളം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന ആ കൊല്ലം അബ്രഹത്തിന്റെ പട്ടാളം വരുന്നു കഅബ പൊളിക്കാൻ. ആനപ്പടയോടുകൂടെയാണ് അവന്റെ സൈന്യം വരുന്നത്. കഅബ പൊളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്ന അവന് കഅബയോടടുക്കുന്നതിന്റെ എത്രയോ വാരെ അപ്പുറത്ത് വെച്ച് തന്നെ പടച്ച തമ്പുരാന്റെ അദാബ് ഉണ്ടാവുകയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവുകയാണ്. ഏത് കുതന്ത്രവും ഏത് രൂപത്തിലുള്ള പ്ലാനിങ്ങുമായിട്ടാണോ അബ്രഹത്തും അവന്റെ പട്ടാളവും വന്നതെങ്കിൽ അല്ലാഹു പറയുന്നു, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നാം പിഴവിലാക്കിയില്ലയോ? ഒരു കുതന്ത്രവും നടന്നില്ല, ഒരു പ്ലാനും നടന്നില്ല. പിന്നെ എന്ത് ചെയ്തു? അതേ അല്ലാഹു റബ്ബുൽ ആലമീൻ ചില പക്ഷികളെ ആ പക്ഷികളുടെ കൊക്കുകളിലും കാലുകളിലുമായി കൊണ്ട് ചില കല്ലുകളുമായി കൊണ്ടയച്ചു. അതേ തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള ആ പ്രത്യേകതരം കല്ലുകൾ മുഖേന സൈന്യങ്ങൾക്കും ആനക്കൊക്കെ ഏറ് കിട്ടുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്ന് ചവച്ച് തള്ളപ്പെട്ട ചവച്ച് ചണ്ടികളെ പോലെ, വൈക്കോൽ കൂനകളെ പോലെ, വൈക്കോൽ തുരുമ്പുകളെ പോലെ അവരായി തീർന്നു. അല്ലാഹു അവരെ നശിപ്പിച്ചു. ആ സംഭവം നടന്ന കൊല്ലം, ആ സംഭവത്തിന്റെ ശേഷം ആ സംഭവം നടന്ന കൊല്ലമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. ഏത് മാസത്തില്, ഏത് ദിവസത്തില്, ഏത് ഡേറ്റ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ തന്നെയുണ്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയും, അത് നിങ്ങൾ അങ്ങനെ പറയുന്നതാണ്, നിങ്ങൾക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിക്കണ്ട എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണ്, അവിടുന്ന് ജനിച്ച ദിവസം ഏതാണ് ഇപ്പോഴും ഉറപ്പായിട്ട് അഭിപ്രായം ഇല്ല, അതിനു വേണ്ടി പറയണതൊന്നുമല്ല. അങ്ങനെ ഒരു പ്രചരണം സമൂഹത്തിൽ പലരും നടത്താറുണ്ട്. വസ്തുത പറയുകയാണ് സഹോദരങ്ങളെ, നമ്മൾ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഞങ്ങളാണ് മദ്ഹ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹ് കെട്ടി ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടാക്കിയ ഒരു മൗലീദ് കിതാബിന്റെ പേരാണ് ബർസഞ്ചി മൗലിദ്. ഇനിയിപ്പോ ഈ പറയുന്നത് ഏതായാലും ആ വിഭാഗം ആൾക്കാർ തള്ളൂല. അതിൽ പോലും പറയുന്നുണ്ട്, വഖ്തുലിഫ ഫീ യാമി വിലാദതിഹി വഫീ ശഹരിഹാ വഫീ യൗമിഹാ അലാ ഖവാലിൽ ലിൽഉലമാഇ മർവിയ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കൊല്ലത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹാ, ജനിച്ച മാസമേതെന്ന് തർക്കമുണ്ട്. വഫീ യൗമിഹാ, ജനിച്ച ഡേറ്റ് ഏതെന്ന് തർക്കമുണ്ട്. അലാ ഖവാലിൽ ഉലമാ, പണ്ഡിത ലോകത്ത് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ 2-നെന്ന്, 8-നെന്ന്, 10-നെന്ന്, 12, 17, 22, 18 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഈ റബീഉൽ അവ്വൽ തന്നെയെന്ന് ഉറപ്പില്ല, റമളാനാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതാ വഫീ ശഹരിഹാ എന്ന് പറഞ്ഞു ജനിച്ച മാസത്തെ കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടെങ്കിലും, അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിലും ആമുൽ ഫീലിൽ ഒരു റബീഉൽ അവ്വൽ 12-ന് ഖുബൈലൽ ഫജ്രി, ഫജ്റിന്റെ തൊട്ട് മുമ്പാണ് അവിടുത്തെ ജനനം എന്നതാണ് ഭൂരിപക്ഷവും എല്ലാവരും പ്രസിദ്ധമായ അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസം അവിടുത്തെ ജനനത്തെ സംബന്ധിച്ച് അഥവാ ആ ഡേറ്റിനെ സംബന്ധിച്ച് ഒക്കെയുണ്ട്.